പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഓഗസ്റ്റ് മാസം 8 തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയാൽ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് ആമേൻ കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തിയിരിക്കുക. ആമേൻ. കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തിയിരിക്കുക. കർത്താവ് നമ്മളെ ആരോഗ്യത്തോടെ സൂക്ഷിച്ചിരിക്കുക. എല്ലാത്തിനും കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് ഈ പോയ ഒരാഴ്ചക്കാലം ആമേൻ കർത്താവിന്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യത്തെ 8 ദിവസം നമ്മളെ അത്ഭുതമായി നടത്തി. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങാ ഞങ്ങളെ നടത്തിയത്, അങ്ങാ ഞങ്ങളെ പുലർത്തിയത്, അങ്ങാ ഞങ്ങളെ സൂക്ഷിച്ചത്, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് മഹത്വം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം ചെയ്യുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അത്ഭുതമായി ജയത്തോടെ വഴി നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ഞങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നതിന് സ്തോത്രം. ഞങ്ങൾ സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവേ അങ്ങയുടെ മഹിമ ഞങ്ങളോട് വെളിപ്പെടുന്നതിന് സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനം അതിന്റെ 86 സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ ദൈവമായ 12 വാക്യവും 13 വാക്യവും, എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള കർത്താവിന്റെ ദയ വലിയതല്ലോ, കർത്താവിന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. 17 വാക്യം പറയുന്നു, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ആമേൻ നന്മയ്ക്ക് ഒരടയാളം എനിക്ക് തരണമേ. ഹല്ലേലൂയ. സ്തോത്രം. യഹോവേ, അങ്ങനെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ് ഞങ്ങളെ കരുതിയതിനും സൂക്ഷിച്ചതിനും പരിപാലിച്ചതിനും ഒരിക്കലൂടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആരൊക്കെ ഏതൊക്കെ ദേശങ്ങളിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നോ അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഏത് സാഹചര്യത്തിലിരുന്ന് ആമേൻ ഇന്ന് ശബ്ദം കേൾക്കുന്നു അവരുടെ മേൽ സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകണം. ഇന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ പ്രധാനപ്പെട്ട ആമേൻ ആവശ്യങ്ങളുടെ മുമ്പിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തന്റെ മക്കളുടെ വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. യെസ് ആമേൻ. നിയമപരമായ ആവശ്യങ്ങളുടെ മേൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ, ആമേൻ. കുടുംബജീവിതത്തിലെ ആവശ്യങ്ങളുടെ മേൽ, തങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം നസ്രയനായ യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ, ടോൺസിലൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ചെവിക്കകത്തുള്ള ഫ്ലൂയിഡിന്റെ ബുദ്ധിമുട്ടിനാൽ ബാലൻസിംഗ് പ്രോബ്ലം അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ, ബാലൻസിന്റെ പ്രോബ്ലം ആമേൻ തലകറങ്ങുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ബാക്കിൽ നെർവ് കംപ്രസ്ഡായി കാലുകളിലേക്ക് പെരുപ്പും വേദനയാൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ആമേൻ ആമേൻ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഭാരപ്പെട്ട് ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഇടപെടണമേ എന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അങ്ങയുടെ കൈ നീട്ടണമേ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. തീരുമാനമെടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ. ആമേൻ. അങ്ങയുടെ കൈ നീട്ടി അവരെ ചേർത്ത് പിടിക്കണമേ. നടുക്കടലിൽ നിൽക്കുക ആമേൻ, ആരെന്നെ കരക്കടുപ്പിക്കുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിൽ നിൽക്കുന്നവർ ഇന്ന് കർത്താവ് തന്റെ കൈ നീട്ടി അവരെ ചേർത്ത് പിടിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, അവർക്ക് ആവശ്യമായ നിറവ്, അഭിഷേകം എല്ലാം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ വിവാഹപ്രായം ആയ കുഞ്ഞുങ്ങൾ, അവരുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണം. തക്ക സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന വിവാഹാലോചനകൾ അവരെ തേടി വരുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെ മാറി നടക്കുന്ന സുവിശേഷകന്മാരെ, കർത്താവിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗം അനുഗ്രഹമാക്കണം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ചതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. നാളത്തെ സഭായോഗം ധന്യമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം. ഇന്ന് നിങ്ങൾ സാധിക്കുമെങ്കിൽ നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാകും, സഭായോഗത്തിന് അനുഗ്രഹമാകും. ദൈവവചനം വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നടക്കുവാൻ പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു വലിയ ഉണർവിലേക്ക് നാളത്തെ സഭായോഗം മാറുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 Kings ചാപ്റ്റർ നമ്പർ 5 അതിന്റെ 14-ാമത്തെ വാക്യം നമുക്കറിയാവുന്നതായ ഒരു സംഭവമാണ്. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം ജോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. സ്തോത്രം. അവൻ ശുദ്ധനായി തീർന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ, ആമേൻ, ഭയങ്കര പരാക്രമശാലിയായിരുന്നു, മാന്യനായിരുന്നു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ നയമാന്റെ വീട്ടിൽ നിന്നിരുന്ന ഒരു ബാലിക എലീശായെ കുറിച്ച് പറയുകയും നയമാൻ രാജാവിന്റെ എഴുത്തുമായിട്ട് എലീശായെ കാണുവാൻ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ നയമാൻ അവിടുന്ന് വരുമ്പോൾ നയമാൻ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ പ്രവാചകൻ അദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുകയും തലയിൽ കൈവെക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരിക്കാം. ഈ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് എലീശ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നയമാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് ജോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. അപ്പം എലീശ അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ ഇരുത്താനോ അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. പറഞ്ഞു, ജോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നയമാന് ഏറ്റവും കോപം വന്നു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന തന്നെ അവൻ വിചാരിച്ചത് ഈ നയമാൻ പുറത്തു വന്നിട്ട് യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് പറയാ, ഞങ്ങളുടെ നാട്ടിൽ നദികളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇവരുടെ നാട്ടിലെ നദികളിൽ വന്ന് മുങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അടുത്ത ഒരു ഭൃത്യൻ വന്നിട്ട് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നയമാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടന്നില്ല. എന്നാൽ നയമാന്റെ ശിഷ്യൻ പറഞ്ഞു, ഏതായാലും അദ്ദേഹം പറഞ്ഞതല്ലേ, നമുക്കൊന്ന് അനുസരിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ മെസ്സേജിനകത്തുനിന്ന് ഒറ്റ കാര്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ 1 ഹമ്പിളായിരിക്കണം, 2 അനുസരണ ഉണ്ടായിരിക്കണം. ഹമ്പിളാണെങ്കിലേ അനുസരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസൻ പറയാ, നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തോട് നിങ്ങൾ കൈവച്ച് സ്തോത്രം പറയാൻ പറഞ്ഞാൽ, അപ്പൊ നമ്മൾ പറയും, അയ്യോ എന്നാ ഞാൻ വിചാരിച്ച ആ ദൈവദാസൻ തന്നെ കൈവച്ച് ആട്ടും അല്ലെങ്കിൽ ശാസിക്കുമെന്നൊക്കെ വിചാരിച്ചു. നോ, നിങ്ങളോട് പറയുക, കൈവച്ചിട്ട് ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ അങ്ങ് വിശ്വസിച്ചോണം, ദൈവിക അത്ഭുതം അവിടെ നടക്കും. അനുസരണവും താഴ്മയുമാണ് ദൈവികമായ അത്ഭുതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ നടക്കില്ല. ദൈവം എന്തു പറഞ്ഞോ അല്ലെങ്കിൽ കർത്താവ് തന്റെ ദാസന്മാരിലൂടെ നമുക്ക് എന്തെങ്കിലും ആലോചനകൾ തരുമ്പോൾ നമ്മൾ അതിനെ ചെറുതായി കാണാതെ എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതിനെ വിശ്വസ്തയോടെ ചെയ്യുവാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ സ്തോത്രം പറയുവാനും അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതവും കാണാൻ കഴിയും. സ്തോത്രം, വിടുതലും പ്രാപിക്കാൻ കഴിയും. അതിന് നമുക്ക് വേണ്ട 2 ക്വാളിറ്റി, ഒന്ന് താഴ്മയും ഒന്ന് അനുസരണവുമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും ആ താഴ്മയും അനുസരണവും, ഇങ്ങോട്ട് യേശുവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ നോക്കുമ്പോൾ താഴ്മയും അനുസരണവും ഉള്ളവർക്കൊക്കെ അത്ഭുതങ്ങൾ. യേശുവിന്റെ അടുക്ക വന്ന് കുഷ്ഠരോഗി താഴ്മയോടെ വന്ന് അവനെ നമസ്കരിച്ചു. ആമേൻ. യായിറോസിന്റെ വീട്ടിൽ യായിറോസ് വന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോഴാണ് യായിറോസിന്റെ വീട്ടിൽ അത്ഭുതം നടന്നത്. നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടാകണം, അനുസരണയുണ്ടാകണം. ആമേൻ. ഇത് രണ്ടും നമ്മുടെ ലൈഫിലുണ്ടോ, നമ്മൾ അത്ഭുതങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പം ദൈവവചനം അനുസരിക്കാൻ തയ്യാറായിക്കോണം. അത് ചെറുതായാലും വലുതായാലും നമുക്കൊരു ആലോചന ദൈവത്തിന്റെ ആത്മാവ് തരുമ്പോൾ, കർത്താവിന്റെ ദാസന്മാരിലൂടെ തരുമ്പോൾ അതിനെ നമ്മൾ വിശ്വസ്തയോടെ അനുസരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കത്തുള്ളൂ.
ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവാനും അനുസരണയുള്ളവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.